കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ ടോപ്പിക് എന്ന് പറയുന്നത് ഫാസ്റ്റ് ചാർജിങ് ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി എന്തെങ്കിലും തരത്തിൽ കംപ്ലയിൻറ്റ്സ് വരുമോ, ബാറ്ററി ലൈഫ് കുറയുമോ, അതുപോലെ തന്നെ ബാറ്ററി ഹീറ്റ് ആകുമോ, ബാറ്ററി ബഡ്ജ് ആകുമോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പേര് ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഫാസ്റ്റ് ചാർജിങ് ഉപയോഗിക്കുന്നത് കൊണ്ട് ഫോണിൻ്റെ ബാറ്ററി ലൈഫ് കുറയും എന്നുള്ളത് ശരി തന്നെയാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഫാസ്റ്റ് ചാർജിങ് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് നമ്മളൊരു നോർമൽ ചാർജിങ് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു നോർമൽ ചാർജർ ഉപയോഗിച്ചാണ് നമ്മുടെ ഫോൺ ചാർജ് ചെയ്യുന്നത് എങ്കിൽ നമ്മുടെ ഫോണിൻ്റെ നമ്മുടെ ചാർജിങ് കണക്ടറിൻ്റെ അവിടെ ഒരു ബാറ്ററി കണക്ട് ചെയ്യുന്ന ഒരു കണക്ട് ഉണ്ടാവും. ബാറ്ററി കണക്ട് ചെയ്യുന്ന ഈ ഒരു സ്ട്രിപ്പിൻ്റെ കൂടെ ഒരു കണക്ട് ഉണ്ടാവും. ഈ ഒരു കണക്ടറിൽ നമ്മുടെ ബാറ്ററിക്ക് എത്രയാണോ ആവശ്യമായിട്ടുള്ള വോൾട്ടേജ് അത് ഇവിടെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. സാധാരണഗതി 5 വോൾട്ട്, 3 ആംപിയർ, 2 ആംപിയർ ഒക്കെ ആയിരിക്കും ഇവിടെ കാണുന്നത്. അപ്പോൾ നമ്മൾ ഒരു നോർമൽ ചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്യുന്ന സമയത്ത് ബാറ്ററിക്ക് എത്രയാണോ ആവശ്യം, ബാറ്ററിക്ക് എത്ര വോൾട്ടേജും ആംപിയറുമാണോ ആവശ്യം, അത് ബാറ്ററി വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനാവശ്യമായിട്ടുള്ള ബാറ്ററിക്ക് എത്രയാണോ ആവശ്യമായിട്ടുള്ളത് അത് മാത്രം അത് വലിച്ചെടുക്കും. അത്രയാണ് അത് ചെയ്യുന്നത്, ഒരു നോർമൽ ചാർജിങ് ചെയ്യുന്നത്. എന്നാൽ നമ്മളൊരു ഫാസ്റ്റ് ചാർജിങ് ഉപയോഗിക്കുന്ന സമയത്ത് ബാറ്ററി കണക്ടറിൻ്റെ അവിടെ ഒരു 5 വോൾട്ട് 3 ആംപിയർ ഒന്നും അല്ല വരുന്നത്, അല്ലെങ്കിൽ 5 വോൾട്ട് 2 ആംപിയർ ഒന്നും അല്ല വരുന്നത്. ഒരു ബാറ്ററിക്ക് ആവശ്യമായിട്ടുള്ളതിൽ അധികം, ഒരു ബാറ്ററിക്ക് ഒരു 5 വോൾട്ടേജാണ് ആവശ്യമായിട്ടുള്ളതെങ്കിൽ ചിലപ്പോൾ അതിൽ ഒരു 10 വോൾട്ടേജോ 9 വോൾട്ടേജോ ഒക്കെ കാണും. ആംപിയർ 2 ആംപിയറാണ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 5 ആംപിയറോ 8 ആംപിയറോ കാണും. അതായത് ഒരു ബാറ്ററിക്ക് ആവശ്യമുള്ളതിനേക്കാൾ അധികം വോൾട്ടേജും ആംപിയറും ബാറ്ററി കണക്ടറിൻ്റെ അവിടെ ഉണ്ടാവും. അത് ബാറ്ററിക്ക് വലിച്ചെടുക്കാൻ സാധിക്കത്തില്ല, പക്ഷേ ബാറ്ററിയിലേക്ക് തള്ളിക്കയറ്റുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഫോണിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഐസിയും CPUമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്ത് അതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബാറ്ററിയിലേക്ക് തള്ളിക്കയറ്റുകയാണ്, ബാറ്ററിയിലേക്ക് വോൾട്ടേജും ആംപിയറും തള്ളിക്കയറ്റുകയാണ് ഒരു ഫാസ്റ്റ് ചാർജിങ് ചെയ്യുന്നത്. നോർമൽ ചാർജിങ് ബാറ്ററിക്ക് എത്രയാണോ ആവശ്യമായിട്ടുള്ളത് അത് വലിച്ചെടുക്കുകയും ഒരു ഫാസ്റ്റ് ചാർജിങ് ബാറ്ററിക്ക് ആവശ്യമുള്ളതിനേക്കാൾ അധികം വോൾട്ടേജും ആംപിയറും തള്ളിക്കയറ്റുകയാണ് ചെയ്യുന്നത്. ഒരു സാധാരണഗതി നടന്നു പോകുന്നതും ഒരു തള്ളി വിടുന്നതൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. കാരണം തള്ളി വിടുമ്പോൾ ചിലപ്പോൾ വീണ് പോകാനുള്ള ചാൻസ് ഉണ്ട്. ആ ഒരു ആഘാതം നമ്മുടെ ഫോണിൻ്റെ ബാറ്ററിക്ക് ഉണ്ടാകും. ബാറ്ററി ഹീറ്റ് ആവും, ബാറ്ററിയുടെ ലൈഫ് കുറയും, ബാറ്ററി ബഡ്ജ് ആവും. അങ്ങനെ ഒരുപാട് പ്രോബ്ലംസുകൾ ഫാസ്റ്റ് ചാർജിങ് ചെയ്യുന്നത് കൊണ്ട് സംഭവിക്കും എന്നുള്ളത് ശരി തന്നെയാണ്. ഫാസ്റ്റ് ചാർജ് ചെയ്യുന്നത് ബാറ്ററിയുടെ ലൈഫ് കുറയും എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇതിനകത്തൊരു പക്ഷേ വരുന്നുണ്ട്. എന്തുകൊണ്ട് ഈ പക്ഷേ വരുന്നത്? ഫോണിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ബാറ്ററി ലൈഫിനെ കുറയ്ക്കുമെന്നുള്ളത് കമ്പനിക്കാർക്കും അറിയാം. അത് ഉണ്ടാക്കുന്നവർ ചുമ്മാ പൊട്ടന്മാരല്ലല്ലോ. അവർക്കറിയാം ഇത് ചെയ്യുന്നത് ബാറ്ററിയുടെ ലൈഫ് കുറയ്ക്കുമെന്നുള്ളത് അവർക്കറിയാവുന്നത് കൊണ്ട് തന്നെ അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി, ചാർജ് ചെയ്യുന്ന സമയത്ത് ബാറ്ററി പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും സോഫ്റ്റ്വെയറിലും ഹാർഡ്വെയറിലും, നമ്മുടെ ഫോണിൻ്റെ സോഫ്റ്റ്വെയറിലും ഹാർഡ്വെയറിലും അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു 100 വാട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചാർജർ ഉപയോഗിച്ച് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യുന്ന സമയത്ത് 1% മുതൽ 100% വരെ ഫോണിൽ ബാറ്ററി ചാർജ് ആവുന്നത് ആ ഒരു 100 വാട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. എപ്പോഴും 100 വാട്ട് സപ്പോർട്ട് ചെയ്യത്തില്ല. 100 വാട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോണിൽ 100 വാട്ട് എപ്പോഴും ചാർജ് ചെയ്യുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്യത്തില്ല. അത് 3 or 4 ഘട്ടമായിട്ടായിരിക്കും ചെയ്യുന്നത്. ഓരോ ഫോണിൻ്റെ മോഡൽ അനുസരിച്ചും മേക്ക് അനുസരിച്ചും കമ്പനി തന്നെ അതിനനുസരിച്ചുള്ള ഘട്ടം ഡിവൈഡിങ് അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. എക്സാമ്പിൾ കൂടി ഞാൻ പറയാം. ഇത് 100 വാട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോണാണെന്ന് വിചാരിച്ചു. അത് 100 വാട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഫോണിൽ ഞാൻ 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് ഉപയോഗിച്ച് ഞാൻ ചാർജ് ചെയ്യുന്ന സമയത്ത് ഒന്നാമത്തെ പെർസെൻറ്റേജ് മുതൽ, ഫസ്റ്റ് പെർസെൻറ്റേജ് മുതൽ 50% വരെ, ഫോണിൻ്റെ 50% ബാറ്ററി ചാർജ് ആവുന്നത് വരെ ഇതിലൊരു 100 വാട്ടും സപ്പോർട്ട് ചെയ്യും. ഫുൾ വാട്ട് സപ്പോർട്ട് ചെയ്തായിരിക്കും ചാർജ് ആവുന്നത്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ചാർജ് ചെയ്യും. ചിലപ്പോൾ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ കൊണ്ട് തന്നെ ചിലപ്പോൾ 50% വരെ ഫാസ്റ്റ് ചാർജ് കയറും. എന്നാൽ 50% ശേഷം ബാറ്ററി ഒന്ന് കുറച്ച് ഒരു പകുതി ഫുള്ളായതിനു ശേഷം CPU പറയും 100 വാട്ട് സപ്പോർട്ട് കൊടുക്കേണ്ട, ഒരു 50 വാട്ടിലേക്ക് മാറ്റാൻ പറയും. നമ്മുടെ ഫോണിൽ ചാർജിങ് ICയിലേക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യുകയും അതിലൊരു 50 വാട്ടായിട്ട് ചാർജിങ് ആവുകയും ചെയ്യുമെന്നുള്ളതാണ്. അതായത് ഒരു 50% മുതൽ ഒരു 75-80% വരെ പിന്നീട് ഒരു 50 വാട്ട് സപ്പോർട്ട് ചെയ്തായിരിക്കും കയറുന്നത്. അപ്പോൾ കുറച്ചും കൂടെയൊക്കെ സമയം എടുക്കും. ഒരു 80 മുതൽ ഒരു 90% വരെ നമുക്കൊരു 25 വാട്ട്, 50 നേരെ 25 വാട്ടിലേക്ക് പോകും. അതും കുറച്ചും കൂടെ സമയമെടുക്കും. അപ്പോൾ പിന്നീട് 90% മുതൽ 100% വരെ ചാർജ് ചെയ്യുന്ന ചിലപ്പോൾ ഒരു നോർമൽ ചാർജിങ്ങിലായിരിക്കും ചെയ്യുന്നത്. അതായത് ഒരു നോർമൽ ചാർജർ ഉപയോഗിച്ച് എങ്ങനെയാണോ കയറുന്നത് ആ ഒരു നോർമൽ ചാർജിങ്ങിലേക്ക് ചെയ്യുന്നത്. അതായത് 90 മുതൽ 100% വരെ ബാറ്ററിക്ക് പിന്നീട് എത്രയാണോ ആവശ്യം അത് ബാറ്ററി വലിച്ചെടുത്തോളും. അതായത് 1 മുതൽ 90% വരെ ഒരു ഫാസ്റ്റ് ചാർജ് തള്ളിക്കയറ്റി ബാറ്ററിയിലേക്ക് തള്ളിക്കയറ്റുകയാണ്, വോൾട്ടേജും ആംപിയറും തള്ളിക്കയറ്റുകയാണെങ്കിൽ 90% ശേഷം ബാറ്ററിക്ക് പിന്നീട് എത്രയാണോ ആവശ്യമായിട്ടുള്ളത് അത് ബാറ്ററി വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും ബാറ്ററിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവുകയില്ല. ഈ ഒരു രീതി എല്ലാ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഫോണുകളിലും ഉണ്ട്. പക്ഷേ ഈ ഒരു ഘട്ടം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിവൈഡിങ് പല ഫോണുകളിലും പ്രത്യേക രീതിയിലായിരിക്കും. ചില ഫോണുകളിൽ വാട്ട് സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ പ്രത്യേക രീതിയിലായിരിക്കും. പക്ഷേ 1 മുതൽ 100% വരെ ഒരേ വാട്ടിലല്ല ചാർജ് കയറുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക.
അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ചാർജ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു പ്രോബ്ലംസും ഇല്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഫാസ്റ്റ് ചാർജ് ചെയ്യാം, നോ പ്രോബ്ലം. പിന്നെ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം നിങ്ങൾ ഫാസ്റ്റ് ചാർജ് ചെയ്യുക, അല്ലാത്ത ഘട്ടങ്ങളിൽ നിങ്ങൾ നോർമൽ ചാർജ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. കുറച്ചും കൂടെയൊക്കെ ലൈഫ് നമുക്ക് ബാറ്ററിക്ക് കിട്ടുമെന്നുള്ളതാണ്. ഓക്കെ. പിന്നെ എന്ന് പറയുന്നത് നമ്മൾ ചാർജർ ഉപയോഗിക്കുന്ന സമയത്ത്, ഫാസ്റ്റ് ചാർജിങ് ഉപയോഗിക്കുന്ന സമയത്ത് ഒറിജിനൽ ഫാസ്റ്റ് ചാർജ് കമ്പനി ഏതാണോ നൽകിയിരിക്കുന്നത് അല്ലെങ്കിൽ കമ്പനി ഏതാണോ റെക്കമെൻഡ് ചെയ്യുന്നത് ആ ഒരു ഫാസ്റ്റ് ചാർജിങ് അഡോപ്റ്ററും കേബിളും തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഫാസ്റ്റ് ചാർജ് ചെയ്യാൻ യാതൊരു പ്രോബ്ലംസും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ കൂട്ടുകാരെ ബൈ.